കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിടണോ? പാതാളത്തോളം ചവിട്ടി താഴ്ത്തിയാലും പ്രതികരിക്കാതിരിക്കണോ? ചോരയും നീരുള്ളൊരു മനുഷ്യനാ ഞാനും. എന്നോടുള്ള ദേഷ്യം അവൻ ചിത്രയോട് തീർത്തു. ഇനിയും ഞാൻ ക്ഷമിച്ചിരിക്കണമെന്നാണോ? എന്തായാലും നിശ്ചയം വരെയെല്ലാം ക്ഷമിച്ചു. ഇനി വിവാഹം അതെങ്ങനെ നടത്തണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മൈസൺ, കൂൾ കൂൾ കൂൾ. പത്മാസുരന്റെ ജന്മം അവന്റേത്. അവന്റെ തകർച്ചയും മരണവും അവൻ നിമിത്തം തന്നെ സംഭവിക്കും. ക്ഷമയാണ് ബലം. ജയിക്കാനുള്ള ആയുധവും അത് തന്നെയാ. ഏട്ടാ വാ, തൽക്കാലം അവനെ പറ്റിയുള്ള ചിന്ത മനസ്സിൽ നിന്ന് വിട്ടേക്ക്. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടന്നില്ലേ? പിന്നെ എടുത്തു ചാടിയ ചിലപ്പോൾ അബദ്ധം പറ്റിയെന്ന് വരും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത അവന്റെ നാശത്തിലേക്കുള്ള വഴിയും അവൻ തന്നെ കൊണ്ടുവന്ന് തരും. വാ ഏട്ടാ, ഞാനല്ലേ പറയുന്നേ, അവസരം ഇനിയും വരും. ഞങ്ങൾക്കാകെയുള്ള പ്രതീക്ഷയും ബലവും ഏട്ടനല്ലേ. വാ ഏട്ടാ. ചെല്ലടാ, ചെല്ല്. എന്റെ കൃഷ്ണ, കാത്തുരക്ഷിച്ചോണേ. പ്രിയ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. പ്രിയ, പറയട്ടെ. പ്രിയ, പ്രിയ, പ്രിയ. നീ പൊയ്ക്കോ, നിന്നെ ഞാൻ എടുത്തോളാം. അവൻ നിന്റെ കയ്യിൽ ഒരു മോതിരിട്ടെന്ന് കരുതി നീ അധികം നെകളിക്കണ്ട. ഈ ജീവിതത്തില് ഞാൻ തീരുമാനിക്കുന്ന ഇടം വിട്ട് നിനക്ക് പോകാൻ പറ്റില്ലടി, ഒരിക്കലും പറ്റില്ലടി. മൈ ലിറ്റിൽ കണ്ണ, അങ്ങനെയെല്ലാം ബ്യൂട്ടിഫുൾ ആയി കഴിഞ്ഞല്ലോ. യു ആർ ഗ്രേറ്റ് മൈ കണ്ണ. അല്ല, അഴിച്ചു വിട്ടപ്പോ അവനൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ, അവന്റെ ഒരടവും ഇനി നടക്കില്ലെന്ന് അവന് മനസ്സിലായി. ഇതുപോലുള്ള ദുഷ്ടന്മാരെയൊക്കെ കുറച്ചൊക്കെ നേരത്തെ തന്നെ നിനക്ക് വിളിക്കാമായിരുന്നില്ലേ മൈ ലിറ്റിൽ കണ്ണ? അവനെ കൊണ്ട് എത്രമാത്രം ബുദ്ധിമുട്ടാ മറ്റുള്ളവർ അനുഭവിച്ചതോ. പാവം ചിത്ര, അവക്കാ ഏറ്റവും കൂടുതൽ സങ്കടം. അവളുടെ ഒരു ധൈര്യം കാണണായിരുന്നു അമ്മ. അവളാ ഏറ്റവും മുന്നിൽ നിന്നത്. അവളെ കണ്ടപ്പോ ആദ്യം അവിനാശ് ഒന്ന് അമ്പരന്നു. പിന്നെ ഞങ്ങളെയും കൂടി കണ്ടപ്പോഴാ അവന് അപകടം മനസ്സിലായത്. നിമിഷ നേരം കൊണ്ട് അവനെ ബോധം കെടുത്തി കെട്ടിപ്പൂട്ടി വാതില് പൂട്ടി ഞങ്ങൾ സ്ഥലം വിട്ടില്ലേ. ചക്കിക്കത്ത ചങ്കരനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു. ആരെ?
നീയും നിന്റെ ഭർത്താവും അല്ലാതാരാ? അടിയുണ്ടാക്കാൻ ഭർത്താവിന് കൂട്ടുപോകുന്നൊരു ഭാര്യ. നീ കൊള്ളാടി മോളെ, നീ സൂപ്പറാ. അമ്മേ, അമ്മയുടെ ലിറ്റിൽ കണ്ണന്റെ ഉപദേശമാ ഞാൻ സ്വീകരിച്ചത്. വാട്ട്? എന്റെ ലിറ്റിൽ കണ്ണന്റെയോ? അതെ. വെറുതെ എന്റെ കണ്ണനെ കുറ്റം പറയരുത്. അമ്മേ, പണ്ട് കൗരവരും പാണ്ഡവരും തമ്മിൽ രാജ്യത്തിന്റെ പേരിൽ തർക്കമുണ്ടായപ്പോ അമ്മയുടെ ഈ ലിറ്റിൽ കണ്ണനല്ലേ ഒത്തുതീർപ്പിന് പോയത്? അതിന് ആദ്യം പാതി രാജ്യം കൊടുക്കാൻ പറഞ്ഞു. അവര് കേട്ടില്ല. പിന്നെ 5 പേർക്ക് 5 ഗ്രാമങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. അതും കൊടുത്തില്ല. എന്നിട്ട് 1 ഗ്രാമെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. സമ്മതിച്ചില്ല. ഒടുവിൽ ഒരു സൂചി കുത്താൻ പോലും സ്ഥലം കൊടുക്കില്ല എന്ന് വന്നപ്പോഴാ അമ്മയുടെ ലിറ്റിൽ കണ്ണൻ പറഞ്ഞത്. എന്ത് പറഞ്ഞു? ചവിട്ടിക്കൂട്ടി തല്ലി കൊല്ലടാവന്മാരെന്ന്. ഞങ്ങൾ അത്രയൊന്നും ചെയ്തില്ലല്ലോ. ഒന്ന് കെട്ടിട്ടു, അത്രല്ലേ ഉള്ളൂ. അച്ചോടി, എന്തോ ഒരു പാവം. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. എന്റെ പൊന്നു മദറേ, മദർ കണ്ട ആ പഴയ ലോകമൊന്നും അല്ലേത്. ഇങ്ങോട്ട് അടിച്ചോണ്ടല്ലോ, അതിന് തക്കതുപോലെ നല്ല തിരിച്ചടി അങ്ങോട്ടും കൊടുക്കണം. എന്ന് കരുതി അവിനാശ് ഇനിയും വെറുതെ ഇരിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ആ ഹലോ മോളെ. എപ്പോ? എവിടെ വെച്ച്? എന്നിട്ട്? ആ യേശു, എന്താ മോളെ, എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞില്ലേ അമ്മ, അവൻ വീണ്ടും തുടങ്ങി. പ്രിയ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. പ്രിയ, പറയട്ടെ. പ്രിയ, പ്രിയ, പ്രിയ. മോള് വിഷമിക്കണ്ട, അമ്മ അവനൊന്ന് കാണുന്നുണ്ട്. ഇതെന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല, ഞാൻ എന്ത് ചെയ്തിട്ടാ അമ്മയിപ്പ എന്നെ തല്ലി? ഇന്ന് വരെ ഞാൻ അമ്മയോട് ബഹുമാനത്തോടല്ലേ പെരുമാറിയത്. അമ്മ അതൊക്കെ മറന്നുപോയോ? മറന്നത് നീയാടാ. അമരാവതി വീടിനെ നീ മറന്നു. അവിടെ ജീവിക്കുന്ന നിന്റെ അനിയത്തെ നീ മറന്നു. അവിടെ ലൈഫ് പോയാലും നിനക്കൊരു പ്രശ്നമില്ല അല്ലേടാ? അമ്മേ, ഞാനൊന്നും മറന്നിട്ടില്ല. ഒരു കാരണവുമില്ലാതെ എന്നെ ദ്രോഹിക്കുന്ന മുഴുവൻ അമ്മയുടെ മോൻ തന്നെയാ. അമ്മ പറ, ഡിക്കയോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എത്ര ബഹുമാനത്തോടെയാ ഞാൻ ഡിക്കയോട് പെരുമാറിയിട്ടുള്ളത്. ഒരു കാരണവുമില്ലാതെ ഡിക്ക എന്നെ എത്ര തവണ ദ്രോഹിച്ചു. അപ്പോ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത്? ഇല്ലമ്മേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ ഭാര്യയെ അമരാതി വെച്ച് കൊല്ലാൻ ശ്രമിച്ചത് തെറ്റല്ലടാ. ലൈഫ് മുഴുവൻ കൂടെ ഉണ്ടാകേണ്ട വൈഫിനെ നീ കൊല്ലാൻ നോക്കിയില്ലടാ. റോങ്ങല്ലേടാ അത്? പക്വതയില്ലാത്ത ഒരു ലിറ്റിൽ പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ചിട്ട് ലൈഫ് തകർത്തു. എന്റെ ചോദ്യം മോൾക്ക് പോയിസം കൊടുക്കാൻ നീ ബാലുവിനെ പ്രേരിപ്പിച്ചില്ലേ? ഇതൊക്കെ റോങ്ങല്ലെങ്കിൽ പിന്നെ എന്താടാ? അമ്മ, അമ്മയ്ക്ക് തെറ്റി. സൂര്യൻ ഞാനും തമ്മിൽ ഡിവോഴ്സ് ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചതാ. ഞാൻ മാരിഡാന്ന് അറിഞ്ഞു തന്നെയാ പ്രിയ എന്നെ സ്നേഹിച്ചത് തന്നെ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഡിക്ക കേട്ടില്ല. എന്നെ ഉപദ്രവിച്ചു, വല്ലാതെ വല്ലാതെ ഉപദ്രവിച്ചു. അളമുട്ടിയ ചേരയും കടിക്കുമെന്ന് കേട്ടിട്ടില്ല അമ്മേ. അത്രേ ഞാനും ചെയ്തിട്ടുള്ളൂ. അമ്മ ഇപ്പൊ എന്നെ തല്ലിയതടക്കം ഞാൻ മറക്കാമേ. പക്ഷെ പ്രിയ എനിക്ക് മറക്കാൻ പറ്റില്ല. നീ എന്റെ മുന്നിൽ ഡ്രാമ കളിക്കരുത്.
ഒരു പെങ്കൊച്ചിന്റെ ലൈഫ് വെച്ച് കളിക്കാൻ നോക്കരുത്. ഇതുവരെ എന്റെ മോനോട് നിന്നെ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാനൊരു വാക്ക് പറഞ്ഞാൽ നീ കൈയും കാലും ഇല്ലാതെ നിലത്ത് കിടന്ന് എഴയും. മേലാൽ നീ എന്റെ കുട്ടിയുടെ നേരെ വരരുത്. വന്നാ പിന്നെ നീ മറുകയാ. യു അണ്ടർസ്റ്റാൻഡ്? ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നെ പോലുള്ളവർ എന്ത് ചെയ്യും? ഇതൊരു തുടക്കം മാത്രമാണ്. അമ്മയുടെ മകൻ ഇനി എന്നെ എത്ര ഉപദ്രവിക്കുന്നോ അത്രയും തന്നെ ഞാനും തിരിച്ചുപദ്രവിച്ചുകൊണ്ടിരിക്കും. പ്രിയ, എന്തു വന്നാലും ഞാൻ അവളെ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. എല്ലാം നല്ലതുപോലെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാ ഇവരിതിനിറങ്ങിയത്. അവനിപ്പോ ആകെ വിരളി പിടിച്ച് നടക്കുക. വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ അവനെ നിലയിട്ടു. ഇനി ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കുക എന്നുള്ളതാണ് അവന്റെ പ്ലാൻ. അങ്കിള് പേടിക്കണ്ട. നിയമപരമായി നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള എല്ലാ വഴികളും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതിന് വേണ്ടതെല്ലാം ചെയ്തിട്ടേ നമ്മൾ ഈ കല്യാണം നടത്തും. അവനൊരു ചുക്കും ചെയ്യത്തില്ല. മോനെ, നിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട്. ഇതുപോലൊരു ഗതി ഈ ലോകത്ത് ഒരു പെൺകുട്ടിക്കും വരരുതെന്ന എന്റെ ഒരു പ്രാർത്ഥന. ഞാനും DKയും കൂടെ ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ നമ്മൾ ഈ കല്യാണം നടത്തും. അതുകൊണ്ട് ആർക്കും ഒരു പേടിയും വേണ്ട. അത് പറയാനാ ഈ രാത്രിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾക്കിപ്പോൾ ഒരു പേടിയില്ല മോനെ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള കുറ്റവാളികളുണ്ട്. പലരും പല മാനസികാവസ്ഥയിലുള്ളവരാ. പക്ഷേ ഇവരെ റിമാൻഡ് ചെയ്ത് ജാമ്യത്തിന് വേണ്ടി കോടതിയിലേക്ക് വന്ന് കൂട്ടിക്കയറി നിൽക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ജഡ്ജിയെ നോക്കുന്നൊരു നോട്ടമുണ്ട്. ദയനീയമായി താണ് വണങ്ങി ഇനി ജീവിതത്തിൽ ഒരിക്കലും ഒരു കുറ്റവും ചെയ്യില്ല എന്നുള്ള യാചനയുമായിട്ടാണ് അവരാ ജഡ്ജിയെ നോക്കി കൈകൂപ്പി നിൽക്കുന്നത്. പക്ഷേ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവരിത് തന്നെ ആവർത്തിക്കും. രാജീവിന്റെ കേസിൽ അവിനാശിന് ഉറപ്പായും ഞാൻ ജീവപര്യന്തം വാങ്ങിച്ച് കൊടുത്തിരിക്കും. അതിനുള്ള തെളിവുകളൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അത് കഴിഞ്ഞ് നമുക്ക് കല്യാണ തീയതി കുറിക്കാം. മോളെ, നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? കോടതി നടപടികൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ. കല്യാണം നമുക്ക് സമയത്ത് തന്നെ നടത്തണം. അത് പറ്റില്ല ചേച്ചി. എനിക്കിനി അവനെ പേടിച്ച് ജീവിക്കാൻ വയ്യാഞ്ഞിട്ടാ. ഒന്നുകിൽ അവൻ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ വരണം, അല്ലെങ്കിൽ അവൻ ജയിലിൽ പോണം. അങ്ങനെ ആയാലേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൂ. മോളെ മോളെ പ്രിയേ, വിശ്വാസമാണ്. എനിക്ക് എൻ്റെ ഏട്ടനെ വിശ്വാസമാണ്. എന്നാലും ഞാനും എൻ്റെ കുടുംബവും കാരണം ഏട്ടൻ ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ എൻ്റെ സങ്കടം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള. ഇങ്ങനെ ആലോചിച്ച് നോക്കിയാ ഒരു കാര്യം ആർക്കു വേണ്ടിയും ചെയ്യാൻ പറ്റില്ല. ജീവിതത്തിൽ നമ്മൾ ചില കടമകൾ ചെയ്യേണ്ടതുണ്ട്. പ്രിയയ്ക്കൊരു ഏട്ടന്റെ സ്ഥാനത്ത് നിർത്താൻ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത്? ഒരു അനിയത്തി എന്ന് പറയാൻ എനിക്കാരാ ഉള്ളത്? അവളല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ
ഈ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ അത്ര വലിയ പുകഴ്ത്തി പാടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കൂടെയുള്ളവരുടെ സ്നേഹവും സന്തോഷവും എല്ലാം നമ്മുടേത് കൂടിയാ. നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവരും നമ്മുടെ സഹായത്തിന് വേണ്ടി നിൽക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ ദ്രോഹിക്കുന്നവരും എല്ലാം നമ്മുടെ ചുറ്റിനും ഉണ്ടാവും. ഒരു മനുഷ്യൻ അവന് വേണ്ടി ജീവിക്കുമ്പോൾ മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കുമ്പോഴേ അവന്റെ ജീവിതം പൂർണ്ണമാകും. ഏട്ടാ, നമുക്കേ നാളെ രാവിലെ സരോവരം വരെ ഒന്ന് പോയാലോ? പിന്നെന്താ, രാവിലെ തന്നെ പോവാം. ഹലോ, ആരാ? ഓ, താനായിരുന്നോ? എന്തു പറ്റിയടോ? എവിടെ വെച്ച്? താൻ നേരിട്ട് കണ്ടോ? ആ വഴിക്ക് തന്നെയാണോ? ശരി, ഓക്കെ. ഏട്ടാ, ആരായിരുന്നു ഫോണില്? ഏയ്, ഇതൊരു സുഹൃത്താ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് സരോവരത്തിലേക്കുള്ള യാത്ര നാളെ ആക്കണ്ട, ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ? ഈ രാത്രിയിലോ? അതിനിപ്പോ എന്താ, രാത്രി പോകുന്നുണ്ട്, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എടോ, തന്റെ വീട്ടിലേക്കല്ലേ, താൻ പോയി റെഡിയാവും, നമുക്ക് വേഗം പോവാം. ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഷുവർ? എടോ, താനല്ലേ പറഞ്ഞ നാളെ അങ്ങോട്ട് പോണോന്ന്. അതിപ്പോ ഇന്ന് രാത്രി ആക്കുവാണെങ്കിൽ നമുക്കൊരു നൈറ്റ് ഡ്രൈവ് കൂടെ ആക്കാടോ. തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? എന്നാ പിന്നെ വേഗം പോയി റെഡി ആയിട്ട് പോവാ ഇങ്ങോട്ട്. എനിക്കെല്ലാവരോടും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. രാജീവിന്റെ കേസ് വാദിക്കുന്ന വക്കീൽ എന്ന നിലയിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇനി അതല്ലെങ്കിലും ഈ സമൂഹത്തിൽ മറ്റുള്ളവർക്കൊപ്പം ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പുകളെ എങ്ങനെ അതിജീവിക്കണമെന്നും എനിക്ക് നന്നായി അറിയാം. എന്ന് കരുതി ആരോടും വഴക്കിന് പോകാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. പക്ഷേ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അതിൽ ഞാൻ DKയുടെ തീരുമാനത്തിനൊപ്പമാണ്. എനിക്ക് ജയപ്രകാശിന് വിശ്വാസക്കുറവുണ്ടായിട്ടൊന്നുമല്ല, എന്റെ ഉള്ളില് പേടിയുണ്ടാ. കാരണം അവിനാശിനെ എനിക്കറിയുന്നിടത്തോളം നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എല്ലാവരും ഉണ്ടല്ലോ. നിനക്കെന്താ ഇവിടെ കാര്യം? നിന്നോട് ഇതിനകത്ത് കയറിപ്പോരെന്ന് പറഞ്ഞിട്ടുള്ളല്ലേ? ഇറങ്ങിപ്പോടാ. എന്താങ്കിലേ, ഞാൻ ആരും ഉപദ്രവിക്കാൻ വന്നൊന്നുമല്ല. പിന്നെ എന്തിനാടാ വഴിയിൽ വെച്ച് എന്റെ കുഞ്ഞിനെ തടഞ്ഞു വെച്ചത്? അയ്യോ അയ്യോ ആന്റി, ആന്റി തെറ്റിദ്ധരിച്ചിരിക്കുന്നതാ. ഞാൻ പ്രിയയെ ഉപദ്രവിക്കോ? ഞാൻ പ്രിയയോടൊരു കാര്യം പറയാൻ ശ്രമിച്ചതാ. ദേ, നീ ഇനി അവളോട് ഒരു കാര്യം പറയണ്ട. അവളുമായിട്ട് നിനക്ക് ഇനി യാതൊരു ബന്ധവും വേണ്ട. എന്റെ പിന്നാലെ വരരുതെന്ന് ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞതാ. ദേ, ഈ നിൽക്കുന്നത് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ. അറിയാം, എല്ലാം അറിയാം. ജയപ്രകാശേ, നിങ്ങളുടെ ഭാര്യയാവാം എന്നിപ്പോ സമ്മതിച്ച ഈ പെൺകുട്ടിയെ ഞാൻ താലി കെട്ടിട്ടുള്ളതാ. അത് താങ്കൾക്കറിയാമെന്ന് എനിക്കും അറിയാം. പക്ഷേ ഇവൾ എന്നെ ചതിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയാവാൻ സമ്മതിച്ചേക്കുന്നത്. നാളെ ഇവള് നിങ്ങളെയും ചതിക്കും, അത് ഓർമ്മ വേണം. അതെ, ഈ നാടകത്തിലെ ഡയലോഗൊന്നും ഇവിടെ വേണ്ട. എന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയുടെ വീടായത്. ഇവിടെ കയറി ഇനി തോന്നിവാസം കാണിച്ചാൽ നിന്റെ കണക്ക് ഞാനങ്ങ് തീർക്കും. നിനക്കൊരു ജീവപര്യന്തം വാങ്ങിച്ചു തരാനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിൽ ഉണ്ടടാ. ജയിലിൽ പോകുന്നത് എനിക്കൊരു പുത്തിരിയുള്ള കാര്യമൊന്നുമല്ല.
ജയിലും സ്റ്റേഷനും ഒക്കെ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. കുറച്ചു കാലം ഞാൻ ജയിലിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കറുത്ത കോട്ടിട്ട് കോടതിയിലല്ലേ നീ പോയിട്ടുള്ളൂ, ജയിലിൽ പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് വലിയ കഥയൊന്നും ഇങ്ങോട്ട് വേണ്ട. പിന്നെ ഈ കല്യാണം നടക്കില്ല എന്നൊരിക്കൽ കൂടി പറയുവാ ഞാൻ. നീ എന്താ എന്നെയും കൊല്ലുവോ? അതോ പ്രിയെ കൊല്ലുവോ? അതോ നീ സ്വയം അങ്ങ് തൂങ്ങി മരിക്കോ? തൂങ്ങി മരിക്കാനും ആത്മഹത്യ ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കും ജീവിക്കണം മിസ്റ്റർ ജയപ്രകാശ്. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോടൊത്ത് എനിക്ക് ജീവിക്കണം. അതിന് നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയേ പറ്റൂ. പിന്മാറണം ജയപ്രകാശ്. ഇല്ലെങ്കിൽ എനിക്ക് നിന്നെയും കൊല്ലേണ്ടി വരും. എന്നാ പിന്നെ ഒന്ന് കാണട്ടെ. നീ എന്താ ഈ നേരത്തെ ഇവിടെ? ഇറങ്ങിപ്പോടാ. വേണ്ട വേണ്ട, ഞാൻ നിങ്ങളെ ആരെയും കൊല്ലാനൊന്നും അല്ല വന്നത്. പ്രിയ, ഞാൻ നിന്നെ കാണാനാ വന്നത്. എനിക്ക് നിന്നോട് കുറച്ച് സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ട്. അതിന് നീ എനിക്ക് കുറച്ച് സമയം തരണം. തന്നേ പറ്റൂ. എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ട, നിങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ട. ഓക്കെ, ഞാൻ സമ്മതിച്ചു. എന്നെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നീ എന്നെ കല്യാണം കഴിക്കുകയും വേണ്ട. പക്ഷേ എനിക്ക് പറയാനുള്ളത് നീ കേട്ടേ പറ്റൂ. നാളെ നീ എനിക്കതിന് കുറച്ച് സമയം തരണം. തന്നേ പറ്റൂ. എനിക്ക് നിന്നോട് സംസാരിക്കണം പ്രിയ, സംസാരിച്ചേ പറ്റൂ. ഇവളോട് നിനക്ക് എന്താടാ സംസാരിക്കാനുള്ളത്? ഇത്രയും നാള് സംസാരിച്ചൊന്നും പോരെ നിനക്ക്? ഒന്നും അറിയാത്ത എന്റെ അനിയത്തിയുടെ പിന്നാലെ നടന്ന് അവളുടെ ജീവിതം ഇത്രയും നശിപ്പിച്ചത് പോരാ. ഇനിയും നിനക്ക് അവളോട് സംസാരിക്കണം അല്ലേ? ഇവൾ ഇനി നിന്നെ കാണുകയില്ല, നിന്നോട് സംസാരിക്കുകയില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്റെ അനിയത്തിയുടെ ജീവിതത്തിന് മേൽ നിന്റെ ഒരു നിഴലെങ്കിലും വീണ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ദാ, ഈ നിൽക്കുന്ന ജയപ്രകാശുമായിട്ട് ഇവളുടെ കല്യാണം ഞങ്ങൾ നടത്തുക. അതിന് ഇനി ഒരു മാറ്റവും ഇല്ല. ഇറങ്ങി പോടാ. ചേച്ചി, കുഴപ്പമില്ല, ഞാൻ പോയേക്കാം. പക്ഷെ പ്രിയ, നീ ഒന്നോർത്തോ, ഈ കല്യാണത്തിന് മുൻപ് നീ എന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരും. വരുത്തം ഞാൻ.